ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് എന്ന് നമുക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റ് പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് പോയത്. അമേരിക്ക എന്ന താരിഫിൻ്റെ പ്രശ്നങ്ങളെല്ലാമായിട്ട് ഗ്ലോബൽ മാർക്കറ്റും ഇന്ന് നെഗറ്റീവിലാണ് കുറേയൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്പ്, സെൻസെക്സ് എന്നിവ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 ഇന്ന് 24,542 ക്ലോസ് ചെയ്യുമ്പോൾ 174 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്നുണ്ടായത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 303 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 55,599 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 57,517 ക്ലോസ് ചെയ്തപ്പോൾ 258 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 18 പോയിൻറ്റ്സ് ഉയർന്ന് 18,114 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 16.55 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 636 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 80,737 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIA ആക്ടിവിറ്റി നോക്കിയാൽ ഇന്ന് DIA 5,907 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് 2,853 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഗ്രാസിം 1.28% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 1%, ബജാജ് ഓട്ടോ 0.65%, M&M 0.60%, Dr. Reddy 0.10%, Cipla 0.09%, Hindalco 0.06% റാലിയാണെന്ന് കണ്ടത്. അദാനി പോർട്സ് എന്ന് ലൂസേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അദാനി പോർട്സ് എന്ന് 2.32% കുറവുണ്ടായി. അദാനി എൻ്റർപ്രൈസസ് 1.89% ഇടിവ് കണ്ടു. കോൾ ഇന്ത്യ 1.85%, ബജാജ് ഫിൻസർ 1.74%, പവർ ഗ്രിഡ് 1.67%, അൾട്രാസിംകോ 1.63%, ബജാജ് ഫിനാൻസ് 1.61%, അപ്പോളോ ഹോസ്പിറ്റൽ 1.60%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.57% ആൻഡ് മാരുതി 1.30% കുറവാണെന്ന് കണ്ടത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ നിഫ്റ്റി 24,010 നിന്ന് ഇന്ന് 24,542 നിൽക്കുമ്പോൾ 2.22% പ്രോഫിറ്റാണ് നമുക്ക് കഴിഞ്ഞ 12 മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,542 നിൽക്കുമ്പോൾ 3.37% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,050 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. 1,554 കമ്പനികളും റെഡിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ 1,386 കമ്പനികൾ ഗ്രീനിലും 1,254 കമ്പനികൾ റെഡിലുമാണ് ക്ലോസ് ചെയ്തിരുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചെറിയ പോയിന്റ് വ്യത്യാസം ആണെങ്കിലും നിഫ്റ്റി മീഡിയയും നിഫ്റ്റി റിയാലിറ്റിയും മാത്രമേ സ്ക്രീനിൽ കാണിക്കുന്നതിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാ സെക്ടേഴ്സും ഒന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 58 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 23,268 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35,549 ക്ലോസ് ചെയ്തപ്പോൾ 384 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,254 ക്ലോസ് ചെയ്തപ്പോൾ 193 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 271 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 55,460 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇന്ന് 44 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 863 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 70 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 8910 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 36,814 ക്ലോസ് ചെയ്യുമ്പോൾ 246 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. എന്നാൽ നിഫ്റ്റി മീഡിയ 9 പോയിൻറ്റ്സ് ഉയർന്ന് 1726 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 6 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 9122 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,277 ക്ലോസ് ചെയ്തപ്പോൾ 87 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 39 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 21,354 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് 7,084 ക്ലോസ് ചെയ്യുമ്പോൾ 41 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 11 പോയിൻറ്റ്സ് ഉയർന്ന് 982 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡേറ്റ 4 ജൂൺ 2025 USA എന്ന് വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ.